യുഎസും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചു. ഈ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നില്ല. എന്നാൽ ഇത്ര പെട്ടെന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ആരും കരുതിയതുമില്ല. കഴിഞ്ഞ ദിവസമാണ് യുഎസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ, മൂന്നാം ഘട്ട ചർച്ചകൾ പൂർത്തിയായത്. പുതിയ ചർച്ചകൾക്കുള്ള തീയതിയും പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് ആക്രമണം നടത്താൻ എന്താണ് യുഎസിൻ്റെയും ഇസ്രായേലിൻ്റെയും ഉദ്ദേശം? ആക്രമണത്തിൻ്റെ ലക്ഷ്യം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആയിരുന്നു എന്നാണ് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമേനി മാത്രമല്ല, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെയും US-ഇസ്രായേൽ ആക്രമണം ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് ഇസ്രായേൽ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആദ്യഘട്ട മിസൈൽ ആക്രമണങ്ങൾ ഖമേനിയുടെ ഓഫീസിന് സമീപമാണ് നടന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആക്രമണം നടക്കുമ്പോൾ 86-കാരനായ ഖമേനി തെഹ്റാനിൽ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹത്തെ മറ്റൊരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നതായും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ സുരക്ഷിതനാണെന്ന് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. കുറച്ച് നാളുകളായി യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉൾപ്പെടെ വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് മേഖലയിൽ US നടത്തിക്കൊണ്ടിരുന്നത്. പിന്നാലെയാണ് ഇറാനുമേൽ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് അപ്രതീക്ഷിതമായൊരു ആക്രമണമായിരുന്നില്ല. ഫെബ്രുവരിയിൽ ഇറാനും US-ഉം ചർച്ചകൾ നടത്തിയെങ്കിലും ധാരണയിലെത്തിയിരുന്നില്ല. ഈ ചർച്ചകളിൽ താൻ തൃപ്തനല്ലെന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ മറ്റൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പ്രസ്താവന നടത്തി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. US-ഉം ഇസ്രായേലും സംയുക്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്ത് വന്നു. പിന്നാലെ ഇസ്രായേലിൽ സ്ഫോടനമുണ്ടായി. ശക്തമായ മറുപടി ഇസ്രായേലിന് നൽകുമെന്നാണ് ഇറാൻ അധികൃതർ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞത്. ഇതിൻ്റെ അവസാനം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ലെന്ന് ഇറാനിയൻ പാർലമെൻറ്റിലെ ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ തലവൻ ഇബ്രാഹിം അസീസി എക്സിലൂടെ പ്രതികരിച്ചു. നിങ്ങൾക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അവസാനം ഇനി നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ഇങ്ങനെയാണ് ഇബ്രാഹിം അസീസി എക്സിൽ കുറിച്ചത്.